ഹേ ഗൈസ്, സൂപ്പർ പ്രോട്ടീഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു സ്ഥലം ഗൈസ്. ആൻഡ് നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ദ ട്വിൻസിൻ്റെ ഒരു എസ്കേപ്പായിട്ടാണ്, സിവർ എസ്കേപ്പായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഡോർ എസ്കേപ്പിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഞാൻ കളിച്ച് തീർത്താരം എൻ്റെ ചാനലുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ട്വിൻസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിവർ എസ്കേപ്പാണ്. ഞാൻ ഈസിലിട്ടാണ് വിത്ത് ഗസ്റ്റ് കിടന്നുണ്ട്. ഹൈ ആണ്, മ്യൂസിക് ഓൺ ആക്കിയിട്ട് ഗൈസ് ഹൈയിലിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഉണ്ടെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഓണിലേക്ക് ആക്കിയിട്ടാണ് ഗൈസ് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ആൻഡ് സബ് ചെയ്യുക കൂടുതലും. നമ്മുടെ റോഡ് ടു 50 സബ്ബാണ് ഗൈസ്, റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. അപ്പം ഇനിയൊരു 40 സബ്ബും കൂടി മാത്രം മതി നമ്മൾ 50 സബിലേക്ക് അടങ്ങുക. ഓക്കെ സെറ്റ്. അപ്പം നമുക്ക് എന്തായാലും ഗെയിം പ്ലേയിലൂടെ കിടക്കാം. ആൻഡ് ലൈക്ക് ഒരു 1K ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഡയമണ്ട്, മൊണാലിസ പെയിൻറ്റിങ്, ഗോൾഡ് വിൻ, ഇതൊക്കെയാണ് ഗൈസ് എടുക്കേണ്ടത്. ടിപ്പൊന്നും നമുക്കെല്ലാം അറിയാം ഗൈസ്. മാസ്ക് എടുക്കണ ഭാഗം ഒത്തിരി ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യങ് ബ്രദറിനെ വിളിച്ചിട്ടാണ് ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ യങ് ബ്രദറിനെ വിളിച്ചിട്ടാണ് ഓക്കെ എടാ മച്ചാനെ, എന്തായാലും അയാൾ നമുക്ക് മാസ്ക് എടുത്ത് തരും. എനിക്ക് മാസ്ക് എടുക്കാൻ പോണ സ്ഥലമൊക്കെ ഇതാണ് പേടിയാണ്. ഒന്നില്ലെങ്കിൽ കക്കൂസിൽ അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ സ്വിച്ച് മഞ്ഞ സ്വിച്ചൊക്കെ കാണിച്ചു അവിടെ ഇരിക്കും കഴിച്ച് ഉണ്ടാവാം. എന്തായാലും അവിടെ പോയിന് കൊടുക്കാം. മച്ചാനെ ഓടിച്ചോ. ഓക്കെ ഗൈസ്, നമ്മളാട്ടിപ്പോൾ കളിക്കുന്നത്. ഓക്കെ കക്കൂസിൽ അല്ലെങ്കിൽ മറ്റു മേളിലാരും വരരുത്. കള്ളക്കളവൻ പൂശിക്കോ, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പാപ്പനില്ലാണ്ട് ഞങ്ങൾ എങ്ങനെ എല്ലാവരെയും പൂശും. അപ്പാപ്പ വേഗം നാല് പേരും കൂടി വന്നിട്ട് ഈ 4 പേരുടെ അണ്ണാക്കിലിട്ടാണ് അവളെ കുട്ടിക്കുന്നത്. അതൊക്കെ അത്ര 4 പേര് വന്നിട്ടുണ്ട്. ഇവിടെ 4 പേര് ചത്ത് പച്ചാടെ പൊള്ളി സീനിട്ടാ. കുടുംബത്തോടെ ഡെഡായിട്ട് കണ്ട, കുടുംബത്തോടെ ഡെഡായി കിടക്കുന്നില്ലേ. ഗ്രാൻഡ്പ, ഗ്രാനി, ബോബ് ആൻഡ് ബക്ക്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും. ഓ ഇവിടെ ഇല്ല. മേ ബി നമ്മുടെ മാസ്ക് ഉണ്ടാവുന്നത് ആ സ്വിച്ച് വെക്കണ ഈ ഭാഗത്തില്ലേ, അവിടെ ആയിട്ട് ചിലപ്പോൾ ഉണ്ടാവും. നമുക്ക് എന്തായാലും അവിടെ ചെന്ന് നോക്കാം. ഓ കിട്ടി 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 എടാ മാസ്ക് കിട്ടി. എടാ നമ്മുടെ ബ്രദർ ഇത്തിരി ഭാഷയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രദറിന് ഇരിക്കട്ടെ എല്ലാ ലൈക്കും സബ്ബും. ഓക്കെ ഗൈസ്, സെറ്റ് റിവോൾവറിൻ്റെ പാർട്ടെല്ലാം കിട്ടി. എടാ ഞാൻ ഇത്ര ഇവിടുന്ന് വിചാരിച്ചില്ല. എടാ 4 എണ്ണത്തിൽ അണ്ണാക്കിലിട്ട് ഓടി ചെയ്സ്. അതൊക്കെ അത്ര ഉള്ളൂ. എന്നാൽ ഇത് നോക്കിയിരുന്നു ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഇത്തിരി സ്പീഡുണ്ട്. ഇനി ഉണ്ട് 3 4 5 6 7. അപ്പം 7 2 4 7. അപ്പോൾ അവനിവിടെ വണ്ടി ഞാൻ ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മളിവിടുന്ന് ഹാൻഡ് വീൽ എടുക്കണം. എൻ്റെ ഹാൻഡ് വീൽ കൊണ്ട് വെച്ചേക്കാം. 12-13 ഉണ്ട്. 12-13 കാലടിച്ചത് വെറുതെ പണിയൊന്നും വാങ്ങിക്കൂടണ്ട. 12-13 ബട്ടൺ അതുകൊണ്ട് വെച്ചാൽ അറിയണ്ടേ. ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് കറണ്ട് ഓഫ് ചെയ്യണം. സ്ക്രൂ ഡ്രൈവറുകൾ കിട്ടട്ടെ. അതായിട്ട് നമുക്ക് പ്ലാങ്കും സ്ക്രൂ ഡ്രൈവറും കൊണ്ടുപോയിട്ടായിട്ട് ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ 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 ഇത് സ്പീഡിൽ കറങ്ങാനെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരുന്നുണ്ട്. ഇട്ടാൻ മള്ളിയായമാര്. ഓ ബോബി വരെയുണ്ട്. ബോബി എന്താണ് പാപ്പ അവിടെ ഒന്നുമേ ഇല്ല, അങ്ങോട്ടൊന്നും പോകണ്ട. ഓക്കെ, ഫുൾ സേഫായിട്ടുള്ള കളികളായിരുന്നു അവിടെ. കാരണം ഡൈനാമൈറ്റോട് പൊട്ടിച്ചിട്ടില്ല.
2 ഡൈനാമേജ് ഉണ്ട്. ഇതായേട്ടാ അമ്മേ നമ്മുടെ ഇടാവും. അടിപൊളി നമ്മുടെ എടാ അതിൻ്റെ അപ്പുറത്തേക്ക് ഇടണമായിരുന്നു നമ്മളതിൻ്റെ മേത്തായിട്ടെ അമ്മച്ചി. പക്ഷെ മാസ്ക് ഒന്നും അത്രയ്ക്ക് ചെയ്യുന്നില്ല. ഞാൻ പിന്നെ വന്ന് എങ്ങനെയുണ്ട് ഗൈസ്, ഞാൻ പിന്നെ വന്നിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ മാസ്ക് വെക്കാണ്ടില്ല. മാസ്ക് എന്ന് വെച്ചിട്ട് നമ്മൾ മാസ്ക് അവിടെ എങ്ങനെ ഡ്രോപ്പായി പോയാ നമ്മൾ തീർന്നില്ലേ. അവിടെ പോകണേ. പക്ഷെ ഇതെന്ത് തേങ്ങാണ് മനുഷ്യന്മാർ തെറ്റാൻ പഠിപ്പിക്കാണ്. ആ പൊട്ടിയിൽ ഞാൻ ചമ്മിപ്പോവും. പൊട്ടി ഇതവിടെ തിന്നിരിക്കണേ. ഗ്രീൻക്ക് അവിടെ ഉണ്ട്. ഇത്രയായിട്ട് നമുക്ക് എന്തായാലും എടുക്കാം. ഒന്നേ ഇത് മറച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം ഉണ്ട് ഇങ്ങോട്ട് തന്നെ വരും. അത് കാര്യമില്ല. സേഫ് മാമുണ്ട്. എടാ മേളിൽ വെച്ചിട്ടുണ്ട്. മാമ അങ്ങോട്ട് പോകത്തെ കിച്ചണിലേക്ക് അമ്മേ ഇവന്മാർ അനുവദിക്കില്ല. നമുക്ക് ആ റിവോൾവർ അങ്ങ് സെറ്റാക്കിയിട്ടേ ഈശി പൂശിയാണ് ചെയ്താലേ ഇഷ്ടം ആരും കണ്ടിട്ട് നമ്മളെ കൊല്ലാൻ നോക്കണ്ടേ. ഓക്കെ പോവേ ടൈമിൽ എനിക്ക് വേഗം ഈ ഗെയിം ഒന്ന് കംപ്ലീറ്റ് ആക്കണം. സെറ്റ് റിവോൾവർ സെറ്റായി. റിവോൾവർ ഇത് നമുക്ക് ആക്ച്വലി ആവശ്യമുണ്ട്. ഈശി പൂശാൻ സെറ്റ് അങ്ങനെ പൂശിയിട്ട് ഇനി എല്ലാം പുറത്ത് അത്രേ. എടാ പാവ മുഖം ചവിട്ടിക്കൂട്ടി കളയണ്ട പാപ. ഈശി പൂശാ മൂന്നെണ്ണത്തിനെ വിളിച്ചു. 4ാമത്തെ മുട്ടയില്ലേ ആ പൊട്ടൻ എന്തിയവൻ കൊണ്ടടങ്ങാനായിട്ട് ആ പട്ടി അങ്ങനെയാണ് പോകാൻ. എനിക്കെടുക്കാൻ ഇതാണല്ലോക്കാക്ക. ഗോൾഡ് വന്നൊക്കെ പിന്നെ എടുക്കാട്ടോ. ഇപ്പം തന്നെ എടുക്കണമെന്നില്ലല്ലോ. ഓഫ് സ്ക്രൂ ഡ്രൈവർ പിന്നെ അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് അത്ര സീനിയേഴ്സ്. ഓക്കെ വേഗം മേളിൽ ഈ സംഭവം നിങ്ങൾ താഴേക്ക് വന്നു. അതൊക്കെ അത്ര ഉണ്ട്. നമ്മളിതെടുക്കണം. ഓക്കെ സെറ്റ്. എല്ലാവരും തീരുന്നുണ്ടാവും. 3 അതെ 3 ഈശി പൂശിയായിട്ടുണ്ട്. ഓക്കെ അങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ടാവും. സ്ക്രൂ ഡ്രൈവർ പ്ലാസ്മ ഗണ്ണിൻ്റെ സംഭവം അങ്ങനെ നേരെ വന്നിട്ട് ഈ പരിപാടിയെല്ലാം അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഇവിടുത്തെ പരിപാടിയൊക്കെ ഇത്തിരി ടാസ്ക്കാണ്. പക്ഷെ എന്നാൽ നമുക്ക് അത്രയ്ക്ക് ടാസ്ക്കൊന്നും അല്ലല്ലോ. ഇത് ഞങ്ങൾക്കറിയാലോ. ഓക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് എല്ലാം തിരിക്കാം. മൊണാലിസ പെയിൻറ്റിങ് കിട്ടി. ഓക്കെ ഇതടി നമുക്ക് താഴേക്ക് ചാടാൻ വേണ്ടിയാണ് അതവിടെ വെച്ചേക്കുന്നത്. എന്തായാലും വലിയ ഉപകാരം. ബക്കൊന്ന് മാറോ, സോറി ബോബൊന്ന് മാറോ. ക്രോബാർ ഓക്കെ സ്ക്രോബാർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ചെയ്യേണ്ട പൊളിക്കാം. സെറ്റ് നമ്മൾ മാറിക്കളവാങ്ങണം. റോട്ടി കയറി കടവാൻ ഓടിക്കളിക്കണം. കൊണ്ടുപോകണം. മെസ്സി അയ്യോ ഇവനിതിനെ ഇങ്ങനെ നോക്കണേ. അപ്പാപ്പനും ഉണ്ട് ഇവിടെ. ബോബും ഉണ്ട്. കളവ് കണ്ട എന്തോ ഒരു ഡൗട്ടിൽ നോക്കണ്ട്. എന്താ പാപ്പ ഒരു ഡൗട്ടും വേണ്ട, നമ്മളൊരു ഭാവം തന്നെ. ഇവിടെ ബോബും വന്നിട്ടുണ്ട്, പക്കം വന്നിട്ടുണ്ട്, ഗ്രാൻഡ് പേ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു റിവോൾവർ ഉണ്ടെങ്കിൽ അങ്ങ് പൂശാന്നല്ലേ. അടിപൊളി. ഇവിടെ ബക്കേഷ് കുമാർ തീർന്നുണ്ട്. അപ്പം മാറിക്ക് എനിക്ക് ബക്കിനെ കണ്ട് ചിരിച്ച് ചാവണ. ഇവിടെ പാവം ബക്ക് ഇവിടെ ആയിട്ട് ഇവിടെ ഡെഡായി കിടക്കുന്നുണ്ട്. എടി വേണമെന്നതിന് എന്നെ ഇങ്ങനെ നോക്കണേ. സിലിണ്ടറിയുടെ മാസ്ക് വെച്ചിട്ട് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് നൈസട്ടെ ഡൗട്ട് തോന്നാത്ത ഇരിക്കല്.
നമുക്ക് നൈസായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് അത് പൊളിക്കട്ടെ. ഇനി അവിടെ ചെങ്ങനെ പൊളിച്ചിട്ട് അപ്പാവനൊന്നും ഇനി കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടിട്ട് ചെയ്യണേ. ഇനി വെറുതെ പണി കഴിക്കണം എന്തിനാ അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങളുടെ റിവോൾവറിനോട് എത്തിയിട്ടുണ്ട്. ഈ ബോക്സിനെടുത്തിട്ട് ഡൈനാമൈറ്റ് ഇട്ടാണെങ്കിൽ അത് പൊട്ടി തെറിച്ചിട്ട് എല്ലാ ഐറ്റം നോക്കി ഇട്ടുകൂടാ. ഓക്കെ, അപ്പോൾ ഇന്നുള്ള സംഭവം തെറിച്ചുകൊണ്ട് നോക്കണം. ഓക്കെ, നമ്മൾ ഇവിടെ കൊണ്ടുണ്ട്. അമ്മയെ ഒച്ച 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 അപ്പാപ്പൻ ഇവിടെ ഉണ്ട്. റിവോൾവർ എടുത്തോ അപ്പാപ്പ. ചായ കുടിച്ച അപ്പാപ്പ സുഖമില്ലേ? സുഖമുണ്ട് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അപ്പാവിന് സുഖമായാൽ മതി. ചായ എടുക്കും. സെറ്റ് ക്രോബാർ ഇവിടെ ഉണ്ട്. സെറ്റാണ്. ഡയമണ്ടും കിട്ടിയിട്ടുണ്ട്. ഒരില്ല നമ്മൾ ഒരാഴ്ച ഒന്നും ഡെഡായിരുന്നു തോന്നുന്നു. നമ്മൾ ആ പൂച്ചയുടെ അടുത്ത് ഡൈനാമൈറ്റ് ഇട്ടപ്പോൾ നമ്മൾ അറിയാണ്ട് ഡെഡായിപ്പോയാണ്. ബട്ട് ഇനിയൊന്നും ഞാൻ ഡെഡായിട്ടില്ല. അതൊരു നല്ല കാര്യമാണ്. കേസ് ഞാൻ എന്തായാലും ഡയമണ്ടിൻ്റെ ഇതെടുക്കട്ടെ. ഡേയ്സ് പേജ് ഡയമണ്ടിൻ്റെ എടുക്കട്ടെ. എടുത്തോ, ദൂരം വലിച്ചോ, വേറെ എടുക്കും. ഡയമണ്ട് എടുത്തോ. സെറ്റ് പെയിൻറ്റിങ് താഴെ ഉണ്ട്. ഗോൾഡ് കോയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് അത് എടുക്കണം. ബട്ട് അതിനു മുമ്പ് ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഗോൾഡ് കോയിൻ കൊണ്ടുവന്നിട്ടെ, സോറി ഡയമണ്ട് കൊണ്ടുപോയിട്ടേ നമുക്ക് ഇവിടെ കൊണ്ടിടാം ഗൈസ്. ഓക്കെ സെറ്റ് വേഗം ഡയമണ്ടിൻ്റെ ഉള്ളിലായിട്ട് കൊണ്ടിട്ട് നമുക്കിടാം. ഗ്ലിച്ചൊന്നും സംഭവിച്ച് അവിടെ നിന്ന് പോകാണ്ടിരുന്നു മതിയായിരുന്നു ഗൈസ്. ഓക്കെ ഇനി നമുക്ക് നേരെ സിലിണ്ടർ ഒന്ന് എടുത്ത് പിടിച്ചേക്കാം. എന്തായാലും നിറക്കണമല്ലോ. ഈ പ്രാവശ്യം 5 വെടി ഉണ്ടാകുന്നതായിരുന്നു 3 വെടിക്ക് പകരം. ഓക്കെ സെറ്റ് ഇതൊക്കെ മറിച്ചിട്ട് ഇങ്ങോട്ട്. ഓക്കെ സെറ്റ് നമ്മൾ ഇങ്ങോട്ടല്ലേ വരണ്ടേ. ഇനി 4 പുറത്ത് നമുക്കുണ്ടാ പേടി. എല്ലാത്തിനും അങ്ങ് തീർക്കാം. കുറച്ചിട്ട് എല്ലാം സമയമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അപ്പാവനെ കൊല്ലണം. കാരണം അപ്പാവന് ചെവി കേൾക്കാത്തതുകൊണ്ടേ അപ്പാപ്പനെ നമ്മൾ ആദ്യം തട്ടുണ്ട്. എല്ലാം കൂടെ തട്ടി മറിച്ചിട്. അപ്പാപ്പ ഐ സീ യു. വേർ ആർ യു അപ്പാപ്പൻ? ഗ്രാൻഡ് പെന്നെ കാണാനില്ല. ഇയാളെ എവിടെ? ആ മേളിൽ കിടന്ന് ഉറങ്ങണ്ടാവും. അയാളുടെ ഹോബി അതാണല്ലോ കിടന്ന് ഉറങ്ങാൻ. ദേ എടുക്കണേ. അയ്യോ അയാൾക്ക് കണ്ണൂടാ. അപ്പാപ്പ ഞാൻ ഇവിടെ ഇട്ട്. അപ്പാപ്പൻ എന്നെ നോക്കേണ്ടതാണ്. അപ്പാപ്പ ഇത് ഇയാൾക്ക് ശരിക്കും കണ്ടുകൂടാ. ഇത്രക്ക് മണ്ടനായിരുന്നു അപ്പാപ്പൻ. ഞാൻ തെറ്റിദ്ധരിച്ചു അപ്പാപ്പനെ. അമ്മാമേ അങ്ങനെ അങ്ങ് പോയാലോ? ബുള്ളറ്റില്ലാത്തതുകൊണ്ട് ഇത്തിരി പാടായല്ലോ. വേഗം എനിക്ക് ഇത്തിരി ബുള്ളറ്റ് വേണം. ബുള്ളറ്റ് എവിടെയാ ബുള്ളറ്റ്? പണ്ടാരോടെ ബുള്ളറ്റ് പോയി. ഇവിടെയും കൊണ്ട് വെക്കടാ ബുള്ളറ്റ്. പണ്ടാരോടെ ഇവിടെ ഒന്ന് ബുള്ളറ്റ് ഇടാ. അമ്മേ ഞാൻ തീർന്നു തോന്നണേ. എടാ പണി പാലിനെ തോന്നേ. എടാ ബുള്ളറ്റ് എനിക്ക് വേണോടാ. ബുള്ളറ്റ് എടാ എവിടെയാണ് ബുള്ളറ്റ്? എനിക്ക് ഇത്തിരി ബുള്ളറ്റ് എന്തായാലും വേണം. നടക്കൂല. എവിടെയായിരിക്കും ഇവിടെ ബുള്ളറ്റ് ഉണ്ടാവുക? മേ ബി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ബുള്ളറ്റ് ഇവിടെ ഉണ്ടാവും.
ഈശി പൂശി ബുള്ളച്ചിട്ടി എല്ലാത്തിനും തീർക്കണം. അമ്മായ അമ്മാവൻ പക്കം കണ്ടിപ്പോൾ പോണുണ്ടാവും. പക്ഷെ നാളെ ഒരുമിച്ച് തീർക്കാൻ വിചാരിച്ച് നടക്കൂല. അപ്പം അമ്മമാരെ എസ്കേപ്പ് ആവാൻ സമ്മതിക്കില്ല എനിക്ക് തോന്നുന്നത്. നടക്കൂല, കുഴപ്പമില്ല. ഞാൻ ഇവിടെയൊക്കെ ചെന്നോണ്ട് സൗണ്ട് ഉണ്ടാക്കട്ടെ. ആരെങ്കിലും വന്നാൽ താഴെക്കൂട്ടി എടുത്ത് അമ്മയെ ചിലപ്പോൾ താഴെക്കൂട്ടി ഡെഡായനെ. ബോബേഷ് കുമാർ അങ്ങോട്ട് പോകണ്ടാവാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകണ്ട ഞാൻ നോക്കണേ. ഇപ്പം ഗ്രാനിനെയും അപ്പാപ്പൻ ഇവിടെ ഉണ്ട്. ഗ്രാനിയും ബക്കോണ്ട് ഇട്ടായ ആ രണ്ടെണ്ണത്തിനാണ് നമുക്ക് തീർക്കേണ്ടത്. അപ്പാപ്പൻ എന്ത് ഇവിടെ വെക്കണേ? അയ്യോ അപ്പാപ്പൻ എന്തോ ഡൗട്ടുണ്ട്. വേമ്പോ അപ്പാപ്പനെ മാസ്ക് ഊരി നോക്കിയാൽ ഞാൻ തീർന്നില്ലേ? അത്രയൊക്കെ ഉള്ളു. സെറ്റ് ഡ്രോപ്പ് ഞാൻ വേഗം ഡ്രോപ്പ് എസ്കേപ്പ് ആവുള്ളതാണ്. പ്ലാസ്മ കൊണ്ടുകൊണ്ട് നമുക്ക് പൂശിട്ട് എസ്കേപ്പ് ആവണം. അപ്പാപ്പനും ഗ്രാനിയും ബക്കിനെയും കാണാനില്ല ടൈസ്. ഇവന്മാരൊക്കെ എവിടെയെന്ന് എനിക്കറിയില്ല ടൈസ്. ഓക്കെ, ബക്കും പോകുന്നുണ്ട്, ഗ്രാൻഡ്പയും പോകുന്നുണ്ട്. അപ്പോൾ ഗ്രാനി മേ ബി സ്പോണായിട്ടുണ്ടാവും എന്ന് പറയേണ്ട ആവശ്യമില്ല. സ്പോണായിട്ടുണ്ട്. എല്ലാത്തിനും നമ്മൾ പരിപ്പടയും ചായ കൊടുക്കുന്നതായിരിക്കും. പരിപ്പടയും ചായ കൊടുക്കാതെ എനിക്ക് വിഷമം. അമ്മാവക്കിരിക്കട്ടെ ഫസ്റ്റ് തന്നെ. ഫസ്റ്റ് പ്രൈസ് അമ്മാവക്ക്. ബോബേഷ് കുമാർ ഈസ് കമ്മിങ്. ബോബേഷ് കുമാർ ഈ അപ്പാപ്പൻ കുമാരൻ മാത്രമേ. അപ്പാപ്പൻ കുമാർ എന്ത് ചെയ്യും? കളവാ നിങ്ങളോടെ. അപ്പാപ്പനെ കാണാനില്ല. ഇയാളെവിടെയാണത്? അമ്മാവൻ്റെ പൂശിയത് ഈശ്വരിൽ എന്തായാലും അപ്പാവൻ വരേണ്ടതാണ്. അമ്മാമ്മ മാഞ്ഞു. ഇയാൾ തിരിട്ട് വന്നല്ലോ. ഒരു ലേസ് എല്ലാം മാഞ്ഞുണ്ട്. അപ്പാപ്പ മാത്രം ഇല്ല. ഒരു കോയിസ് ബുള്ളറ്റ് ഉണ്ട്. ബട്ടേ എന്തിയടാ? അപ്പാപ്പനെന്തി പണിവാളി. ബുള്ളറ്റില്ല. ഫില്ല് ചെയ്തേക്കാം. ആരവളെ കാണില്ല. വേഗം ഫില്ല് ചെയ്യണം. അപ്പം അവരെ ഞാനിവിടെ നിൽക്കേണ്ടി തീർന്നേ. പ്ലീസ് പട്ടി കളറടി പോകണ്ടേ. കള്ളക്കളർ. നമുക്ക് ഈ റിവോൾവർ താഴേക്ക് ഡ്രോപ്പ് ചെയ്യാം. റിവോൾവർ കൊണ്ട് ഇനി ഒരു ഉപകാരമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കെടുത്ത് താഴേക്ക് ഡ്രോപ്പ് ചെയ്യാം. 5 ബുള്ളറ്റുണ്ട് അവിടെ. താഴത്തെ ആ ഗോൾഡ് കൂടി ഞാൻ പോയിട്ടെടുത്തിട്ട് മറ്റേ എല്ലാം സെറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് എല്ലാം നമുക്ക് നടപടിയാക്കാം. ഒന്നും മേടിക്കൊന്നും വേണ്ട നിങ്ങൾ. ഓൾറൈറ്റ്, അതൊക്കെ അത്രേ ഉള്ളൂ. എനിക്ക് ഗോൾഡ് കോയിൻ ഡയമണ്ട് കിട്ടി, ഗോൾഡ് കോയിൻ കിട്ടി, പെയിൻറ്റിങ് കിട്ടി. അപ്പാപ്പൻ്റെ അണ്ണാക്കിയിട്ട് പ്ലാസ്മ കണ്ണും പൊട്ടിങ്ങാളെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പാപ്പനെ തീർക്കണം. അതിനു വേണ്ടി തന്നെ നമുക്ക് നൈസായിട്ട് ഇങ്ങനെ ചെന്നിട്ട് അപ്പാനെ തീർക്കണം. അതുകൊണ്ട് തന്നെ അപ്പാവനും അമ്മാമ്മേനെയും ആദ്യം എണീക്കണം. പക്ഷെ ഞാൻ എന്തൊക്കെയുള്ള പറയണേ, ആദ്യം ബക്കും ബോബും അമ്മാമ്മയും എണീക്കണം. അതായിട്ട് നാളത്തിന് ഒരുമിച്ചിട്ട് എല്ലാം എണീച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നത് അമ്മാനെ കണ്ട് അപ്പാവനെ കണ്ട്, ബോബിനെ കണ്ടില്ല, ബക്കിനെ കണ്ടില്ല. അവന്മാരെ എവിടെയെങ്കിലും ഉണ്ടാവും. വേഗം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം അവന്മാരെ. എല്ലാത്തിനും ഇവിടെ ഇട്ട് പോഷണം. അതാണ് എൻ്റെ ഒരു പ്ലാൻ.
ഓക്കെ ഇതിടുമ്പോൾ ഒച്ച കണ്ടേണ്ട. ഓക്കെ ആരും തട വരാത്ത 2 തലയും ഇവിടെ കയറിയിരിക്കണം ഗൈസ്. അന്നേരം നമുക്ക് താഴെക്കണം. ഓക്കെ വീഡിയോ ലോങ് ആയിട്ടുണ്ട്. അമ്മച്ചി ഇതിപ്പോൾ എന്ത് ചെയ്യൂടാ? ഇവിടെ പാണിയുടെ എനിക്ക് എല്ലാവരും വേണം. ബക്ക് വന്നിട്ടുണ്ട്, അമ്മാവൻ കണ്ട അപ്പാനും വന്നിട്ടുണ്ട്. ഓക്കെ 3 ഉണ്ട്. 3 പൂശാനായിട്ട് ഞാൻ എൻ്റെ റിയൽ രൂപം എടുക്കേണ്ടിയിട്ടിരിക്കുന്നു. അതിന് മുമ്പ് എനിക്ക് ബോബിനൊന്ന് കാണാനുണ്ട്. എല്ലാം പോട്ടെ ബോബിനെ പണിയെല്ലാം തീർന്നു. എല്ലാം തീരുന്നുണ്ട്. അതെ എല്ലാത്തിനും തീർക്കുന്നുണ്ട്. നമ്മുടെ അടുത്താണ് എല്ലാത്തിൻ്റെ കളി. ഏത് അയാൻ മച്ചാൻ്റെ അടുത്ത്, അയാൻ GT എൻ്റെ അടുത്താണ് എല്ലാത്തിനെയും കളി. നമ്മുടെ അടുത്ത് ഇതൊക്കെ എന്ത് നമുക്കുണ്ടാ പേടി? നമ്മൾ ചുമ്മാ മാസ് എസ്കേപ്പായല്ല. ഇതൊന്നും നമുക്കൊരു വിഷയമല്ലേ. നമ്മളങ്ങ് എസ്കേപ്പ് ആവുന്ന പറഞ്ഞാൽ എസ്കേപ്പ് ആയിരിക്കും. ഇതാണെങ്കിൽ എനിക്ക് പോകുമ്പക്കും ചമ്മയിൽ പോയിട്ടുണ്ട്. ഓക്കെ ഇത് എക്സിറ്റ് ആയിരുന്നു. നമ്മൾ ഇത് പൊളിച്ചിട്ട് തന്നെ എസ്കേപ്പ് ഉണ്ട്. കൺഗ്രാജുലേഷൻസ് ഓൺ എ സക്സസ്ഫുൾ മിഷൻ. The 3 valuable objects have been returned to the museum. കേസ് നമ്മൾ മ്യൂസിയത്തിലേക്ക് 3 എണ്ണവും തിരിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗായ്സ് നമ്മൾ സക്സസ്ഫുള്ളി എല്ലാ മിഷനും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂഫ് എസ്കേപ്പ് ആണ്. അതും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ട്വിൻസ് തീർന്നു. ഇനി പിന്നെ ഏത് ഗെയിം കളിക്കണമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഞങ്ങൾക്ക് GTA5 പിന്നെ GTA5 കളിക്കുന്നത്. പിന്നെ മറ്റേ ഇതില്ലേ ഇവലിനൊക്കെ ഗെയിം പ്ലേ ഇടാം ഗൈസ്. ഓക്കെ അപ്പോൾ നാളെ അതിനൊക്കെ റൂഫ് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും മിക്കവാറും. നാളെ തന്നെ വരുമെന്ന് എനിക്ക് കൺഫേം ഇല്ല. ചിലപ്പോൾ നാളെ തന്നെ ഇടും. പറ്റുമെങ്കിൽ എന്തായാലും നാളെ തന്നെ ഇടാം ഗൈസ്. അപ്പോൾ വീഡിയോ ഉണ്ടെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കണുള്ളതൊക്കെ ആക്കിയിട്ടാണ് എൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുള്ളൂ. ആൻഡ് 1K ലൈക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം. എനിക്ക് റോഡ് ടു 50 സബ്സ്ക്രൈബാണ്. അപ്പോൾ ഒരു 40 സബ്സ്ക്രൈബും കൂടി കിട്ടിയാൽ 50 സബ്സ്ക്രൈബ് നമുക്ക് കിട്ടും. 50K അല്ല, നോർമൽ 50. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 1K സബ്ബാണ്. നിങ്ങൾ 50 സബിനെക്കാട്ടും കൂടുതൽ എനിക്കൊരു 1K സബ് ഒപ്പിച്ച് ചെയ്യണമെങ്കിൽ എന്തായാലും വളരെ നന്ദിയുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടുള്ളവരെയും ബൈ ബൈ ഗൈസ്.